ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്നുള്ളത് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് കൊല്ലക്കാരുടെ ഇഷ്ട സ്ഥലങ്ങളിൽ ഒന്നായി മാറിയ കൊല്ലം കോർപ്പറേഷന് സമീപത്തെ റെയിൽവേ പാലത്തിന് താഴെ നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ മാതൃകാ പൊതുവിടവായ വി പാർക്കിലാണ്. രാത്രിയും പകലുമായിട്ട് നൂറുകണക്കിന് ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. കൂടുതൽ ആളുകൾ എത്തുന്നത് രാത്രിയാണ്. ഒരു ഫാമിലിയായിട്ട് വന്ന് ഒരു നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ എത്തുന്നവരാണ് ഇതിലധികവും. ഏത് സമയത്ത് എത്തുന്നവർക്ക് ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ പാർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വരച്ചിരിക്കുന്ന ചിത്രങ്ങളെല്ലാം കൊല്ലത്തിന്റെ ചരിത്രങ്ങളാണ്. കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ആണ് ഈ ചിത്രങ്ങളെല്ലാം വരച്ചിരിക്കുന്നത്. ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചിത്രങ്ങളെല്ലാം ഒരു വിഷ്വലായിട്ട് നമുക്ക് കാണാൻ കഴിയും. സംസ്ഥാനത്തെ റെയിൽവേ പാലങ്ങൾക്ക് താഴെയുള്ള ഉപയോഗശൂന്യമായിട്ടുള്ള സ്ഥലങ്ങൾ ലഹരിമുക്ത ജനസൗഹൃദ മാതൃകാ പൊതുവിടങ്ങൾ സൃഷ്ടിക്കുക എന്ന കേരള ടൂറിസം വകുപ്പിന്റെ പദ്ധതിയാണ് വി പാർക്കുകൾ. അതിന്റെ ട്രയലായിട്ടാണ് SP ഓഫീസിന് സമീപത്ത് 70 സെന്റോളം ഈ കാട് കയറി കിടന്ന സ്ഥലം ടൂറിസം വകുപ്പ് ഏറ്റെടുത്ത് 2 കോടി രൂപ ചെലവിൽ 6 മാസം കൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു പാർക്ക് നിർമ്മിച്ചത്. പാർക്കിനുള്ളിലെ കാഴ്ചകൾ കാണുന്നതിന് മുമ്പ് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പാർക്കിലേക്ക് കയറി വരുമ്പോഴേക്ക് ആദ്യം കാണുന്നത് ചെസ് ബ്ലോക്ക് ആണ്. 2 ചെസ്സിന്റെ ബ്ലോക്കുകളുണ്ട്. അത്യാവശ്യം വലിയ രീതിയിലാണ് കരിക്കളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഏത് സമയത്തും ചെസ് കളിക്കാൻ ഇവിടെ ആളുണ്ടാവും. അധികവും രാത്രിയാണ് കളിക്കാനും കളി കാണാനൊക്കെ ആളുകൾ കൂടുതൽ ഉണ്ടാവുന്നത്. അതിമനോഹരമായിട്ടാണ് ഇവിടെ ഇരിപ്പിടങ്ങളും ഈ മതിലുകളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗാർഡന്റെ വർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, നമ്മളെ ഇരിപ്പിടത്തിന്റെ ചില സ്ഥലങ്ങളിലെയും വർക്കുകൾ കഴിയാനുണ്ട്. സ്ട്രീറ്റ് ഫർണിച്ചറിന്റെ വർക്ക് നടക്കുന്നതേ ഉള്ളൂ. വർക്ക് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടില്ല. എങ്കിലും നല്ല രീതിയിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കൊല്ലത്തെ ഇവിടുന്ന് നമ്മളെ കൊല്ലത്തെ ഭാഗത്ത് കാണുന്ന ടൂറിസ്റ്റ് സ്ഥലങ്ങളിലേക്കുള്ള ദൂരമാണ്. പ്രധാന ടൂറിസ്റ്റ് സ്ഥലങ്ങളിലേക്കുള്ള ദൂരങ്ങൾ അതിനകത്ത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള വർക്കുകൾ കൂടി കഴിയുമ്പോഴേക്ക് പാർക്ക് കുറച്ചുകൂടി കളർഫുൾ ആവും. ഈ കാണുന്നതെന്ന് പറഞ്ഞാല് നെഹ്റു പാർക്കാണ്. നെഹ്റു പാർക്കിന് ചേർന്നാണ് ഈ വി പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. നെഹ്റു പാർക്ക് ഇപ്പൊ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്തിട്ടിരിക്കുകയാണ്. എല്ലാം വൃത്തിയാക്കി ഇട്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാന്നുണ്ടെങ്കിൽ വി പാർക്കൊക്കെ കൊല്ലം ജില്ലക്കാർക്ക് ഒരു മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും. ഈ കാണുന്നത് ഓപ്പൺ ജിമ്മാണ്. ഓപ്പൺ ജിമ്മിനും യോഗയ്ക്കുള്ള സ്പേസ് ഈ കാണുന്ന ഈ ഭാഗത്താണ്. അതിന്റെ കുറച്ച് മുന്നോട്ടായിട്ടാണ് ലേഡീസിനും ജെന്റ്സിനും ഒക്കെ ഉള്ള ടോയ്ലറ്റ് സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ പാർക്കിലെ രാത്രികാല കാഴ്ചകളാണ്. നമുക്കിനി രാത്രികാല കാഴ്ചകളിലേക്ക് പോകാം. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇവിടെ അധികവും ആളുകൾ എത്തുന്ന രാത്രിയാണ്. രാത്രിയാണ് ഈ പാർക്കും ഈ കളിസ്ഥലങ്ങളെല്ലാം നല്ല രീതിയിൽ സജീവമാവുന്നത്. രാത്രിയാവുമ്പോഴേക്ക് ഈ പാർക്കിന്റെ സ്റ്റേജ് വേറെ ലെവലിലേക്കാണ് പോകുന്നത്. പകൽ സമയത്ത് വെയിൽ കാരണം ഇവിടെ നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. രാത്രി ആവുമ്പോഴേക്ക് ഇവിടെയൊക്കെ ഫാമിലി ആയിട്ടൊക്കെ നിരവധി പേരാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ വർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗാർഡന്റെ വർക്കുകളൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ആ വർക്കുകൾ നടക്കുന്നുണ്ട്. നടപ്പാത, ചെസ് ബ്ലോക്ക്, ബാഡ്മിന്റൺ, ബാസ്കറ്റ്ബോൾ കോർട്ട്, സ്കേറ്റിംഗ് ട്രാക്ക്, ഓപ്പൺ ജിമ്മ്, യോഗ മെഡിറ്റേഷന് വേണ്ടിയുള്ള സോണ്, ഫുഡ് കോർട്ട്, സ്ട്രീറ്റ് ഫർണിച്ചർ, അതുപോലെ തന്നെ ഗാർഡൻ, സിറ്റിംഗ് ഏരിയ, ഇതൊക്കെയാണ് ഈ പാർക്കിനകത്ത് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ചെസ് ബ്ലോക്കിലൊക്കെ രാത്രിയായപ്പോഴേക്ക് നല്ല രീതിയിൽ ആളെത്തിയിട്ടുണ്ട്. കളിക്കാനാണെങ്കിലും കാണാനൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല തിരക്കാണ്. സമയം വൈകുന്തോറും ആൾത്തിരക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അതാണ് രാത്രിയിലെ ഈ പാർക്കിന്റെ പ്രത്യേകത. ഈ കാണുന്നതാണ് സ്കേറ്റിംഗ് ട്രാക്ക്. അത്യാവശ്യം നല്ല നീളത്തിലാണ് ട്രാക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനുമായിട്ട് കുട്ടികളും മുതിർന്നവരുമായിട്ട് നിരവധി പേരാണ് രാത്രിയിൽ ഇവിടെ എത്തുന്നത്. കാട് പിടിച്ച് വെറും പാഴായി കിടന്ന ഒരു സ്ഥലം എത്ര വേഗത്തിലാണ് ഇത്ര മനോഹരമായിട്ടുള്ള ഒരു പാർക്കായി അവർ മാറ്റിയത്. ചെറിയ കുട്ടികൾക്ക് വേണ്ടി ഒരു കുഞ്ഞ് കിഡ്സ് പാർക്കും കൂടി ഇതിനകത്ത് സെറ്റ് ചെയ്തിരുന്നെങ്കിൽ പാർക്ക് കുറച്ചുകൂടി കളർഫുൾ ആയേനെ. ഈ പാർക്കിന്റെ പേര് വി പാർക്ക് എന്നാണ്. അതായത് നമ്മുടെ പാർക്ക്. ഇവിടെ വരുന്ന ഓരോരുത്തർക്കും ആ ചിന്ത മനസ്സിലുണ്ടായിരിക്കണം. ഇവിടെ എത്തുന്നവര് ഫുഡ് വേസ്റ്റോ അതേപോലെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ വാട്ടർ ബോട്ടിലുകളൊന്നും അലക്ഷ്യമായിട്ട് വലിച്ചെറിയാതിരിക്കുക. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാത്ത രീതിയിൽ സഹകരിച്ച് തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കൊല്ലത്തുള്ളവർക്ക് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടായിട്ട് തന്നെ ഇത് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എക്സാം സമയമായിട്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പൊ ഇനി വെക്കേഷനാണ് വരുന്നത്. വെക്കേഷനിൽ ഒരു രക്ഷയില്ലാത്ത തിരക്കായിരിക്കും മിക്കവാറും. സമയം പോകുന്തോറും ആൾത്തിരക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കേരള ടൂറിസത്തിന് കൊല്ലം ഒരു മാതൃകയാകാൻ പോവുകയാണ്.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.